1992 മുതൽ സീറോ മലബാർ സഭയ്ക്ക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ലഭിച്ചിട്ടുണ്ട്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി ബൈസന്റൈൻ സഭാ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. പൗരസ്ത്യ കാനൻ നിയമ സംഹിതയുടെ രൂപീകരണത്തിൽ ബൈസന്റൈൻ സഭകളുടെ അമിത സ്വാധീനം വളരെ പ്രകടമാണ്. 2000 വർഷത്തെ ശ്ലൈഹിക പാരമ്പര്യമുള്ള ഭാരതത്തിലെ മാർത്തോമാ നസ്രാണി സഭയ്ക്ക് അടുത്ത കാലത്ത് മാത്രം പൗരസ്ത്യ കത്തോലിക്ക സഭകളിൽ ആരംഭിച്ചതും ബൈസന്റൈൻ പാരമ്പര്യത്തിലുള്ളതുമായ മേജർ ആർച്ച് ബിഷപ്പ് പദവി നൽകിയതും അത് വലിയ അംഗീകാരമായി കരുതി സീറോ മലബാർ സഭ സസന്തോഷം സ്വീകരിച്ചതും സഭാ ചരിത്ര അവബോധത്തിൽ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യചിഹ്നം തന്നെ. യേശുയുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൽ മുൻപന്തിയിലുള്ള മാർത്തോമാ നസ്രാണി സഭയ്ക്ക് പാത്രിയാർക്കീസ് പദവിയാണ് ലഭിക്കേണ്ടത്. മാർത്തോമാ ശ്ലീഹ ആദ്യമായി രൂപം കൊടുത്തതും ശ്ലൈഹിക പാരമ്പര്യത്തിൽ വേരുറപ്പിച്ച് 16ാം നൂറ്റാണ്ട് വരെ വളർന്നു വന്നതും മാർത്തോമാ നസ്രാണികളുടെ ശ്ലൈഹിക സഭാ തറവാടുമായിരുന്ന കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി മാർത്തോമാ നസ്രാണി സഭയ്ക്ക് പാത്രിയാർക്കീസ് പദവി ലഭിക്കുമ്പോൾ മാത്രമേ അത് സീറോ മലബാർ സഭയ്ക്ക് ചേർന്ന അംഗീകാരവും പദവിയും ആകുകയുള്ളൂ. പോർച്ചുഗീസ് ആധിപത്യകാലത്ത് കൈവശപ്പെടുത്തിയ ഈ പദവി പോർച്ചുഗീസ് സഭാകേന്ദ്രമായിരുന്ന ഗോവ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്നത് ചരിത്ര സത്യത്തോടും നസ്രാണി സഭയോടും കാട്ടുന്ന അവഗണനയും അനീതിയുമാണ്. കൊടുങ്ങല്ലൂരിന്റെ പ്രാധാന്യം കണ്ടറിഞ്ഞാണ് 1953 കാർഡിനൽ ടിസറന് തിരുമേനി ഇറ്റലിയിലെ ഒറ്റാനോ ദേവാലയത്തിൽ സൂക്ഷിക്കുന്ന തോമസ് ശ്ലീഹയുടെ തിരുശേഷിപ്പുകളിൽ കയ്യുടെ ഒരു അസ്ഥി ഭാരതത്തിൽ പ്രതിഷ്ഠിക്കുവാനും പൊന്തിഫിക്കൽ തീർത്ഥാടന കേന്ദ്രമായി സംരക്ഷിക്കുവാനും യോജിച്ച സ്ഥലമായി കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ തന്നെ. മാർത്തോമാ നസ്രാണികളുടെ ഈ പാത്രിയാർക്ക പദവിയും കൊടുങ്ങല്ലൂരിന്റെ സ്ഥാനവും ഇപ്പോൾ ആരാണ് കൈവശം വെച്ചിരിക്കുന്നത് എന്നറിയുന്നത് വളരെ രസകരമാണ്. ഇപ്പോൾ ഇത് ഗോവ അതിരൂപതയുടെ പേരിലാണ് ഇന്നും നിലനിൽക്കുന്നത്. സീറോ മലബാർ സഭയുടെ തലവനും പിതാവിനും ആവശ്യമുണ്ടായിരിക്കേണ്ട ഈ പദവി എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുകയും എങ്ങനെ തിരിച്ചെടുക്കാം എന്ന് ആലോചിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഇന്നിന്റെ ആവശ്യമാണ്.